പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ആത്മീയത, ക്രിസ്തീയ കാഴ്ചപ്പാട് ലോകത്തിൻ്റെ ശൈലിയിൽ നിന്നും കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ക്രിസ്തീയ ആത്മീയത ശത്രുക്കളെ സ്നേഹിക്കുന്ന ആത്മീയതയാണ്. തിന്മയെ നന്മ കൊണ്ട് അതിജീവിക്കുന്ന കാഴ്ചപ്പാടുകളാണ്, ജീവിതമാണ്. ഇത് വെറും ഒരു ഉട്ടോപ്യൻ ആശയമല്ല എന്ന് വിശുദ്ധന്മാർ തങ്ങളുടെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ച് തെളിയിച്ചിട്ടുള്ളതാണ്. ഏബ്രഹാം ലിങ്കൻ്റെ ജീവിതമെടുത്താലും അദ്ദേഹം ഈ ഒരു ശത്രുക്കളെ സ്നേഹിക്കുന്ന മനോഭാവം കൂടുതലായിട്ടുണ്ടായിരുന്നു. ശത്രുക്കളെ കീഴ്പ്പെടുത്തിയിരുന്നത്, പരാജയപ്പെടുത്തിയത് സ്നേഹത്തിലൂടെയായിരുന്നു. മഹാത്മാഗാന്ധിജി ഹൈന്ദവനായിരുന്നിട്ടും ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ജീവിച്ച വ്യക്തിയായിരുന്നു. സുവിശേഷം അതാണ്, ശത്രുക്കളെ സ്നേഹിക്കുന്ന ഒരു മനോഭാവം. നിന്റെ കുപ്പായം, നിന്റെ ഉടുപ്പ് ആഗ്രഹിക്കുന്നവന് കുപ്പായം കൊടുക്കുക. 1 മൈൽ ദൂരം നിന്നോട് നടക്കാൻ ആവശ്യപ്പെടുന്നവനോടൊപ്പം 2 മൈൽ നടക്കുക, പോകുക. ആ ഒരു ജീവിതശൈലി ലോകത്തിൻ്റെ ശൈലിയല്ല. വലത് കർണത്തടിക്കുന്നവന് ഇടത് കർണം കാണിച്ചു കൊടുക്കുന്ന ശൈലി, അത് ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽപ്പെടുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് ക്രിസ്തീയ ശൈലിയിലാണ്. ഈ ശൈലിയിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ക്രിസ്തീയ ഒരു ചൈതന്യത്തിലേക്ക് വന്നാൽ മാത്രമേ, ഒരു ക്രിസ്ത്യൻ ക്യാരിസത്തിലേക്ക് വന്നാൽ മാത്രമേ കർത്താവ് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ശൈലി, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, വചനങ്ങൾ പഠിക്കുന്നുണ്ട്, ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുന്നു. അതൊക്കെ ഒരു ശൈലിയിലാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ മാത്രമേ കർത്താവ് പറയുന്ന ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈ കാരിസത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ, ഇന്നിപ്പോൾ ഈ പലരും ഈ വേൾഡ് കപ്പ് ജേതാക്കളൊക്കെ അനുകരിക്കുന്ന, അവരുടെ ശൈലി അനുകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവരിടുന്ന ജേഴ്സി ഇടുക, അവരെ പോലെ പച്ച കുത്തുക, അവരുടെ ശൈലിയിൽ മുടിവെട്ടുക, അതൊക്കെ വെറും ബാഹ്യമായിട്ടുള്ള ശൈലിയാണ്. പക്ഷെ മെസ്സി കളിക്കുന്നത് പോലെ കളിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അയാൾ അതിനെടുക്കുന്ന ആ ഒരു ത്യാഗം, അതാണ് ക്യാരിസമെന്ന് പറയുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒരു ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആന്തരിക ജീവിതം, ആ ഒരു ക്രിസ്ത്യൻ ക്യാരിസം, ആ ഒരു ചൈതന്യം, അതാണ് നമ്മളെ ഈ കർത്താവ് പറഞ്ഞ കൽപ്പനകളൊക്കെ അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടുകളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സഹായിക്കുന്നത്. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ നമ്മളൊക്കെ വിശ്വാസം വിട്ടുപേക്ഷിച്ചു പോകുന്നത് ശൈലിയിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൂടാതെ, ഇടപെടലില്ലാതെ നമുക്കൊരിക്കലും ഈ ഒരു കാരിസം ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവബലിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ, കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായി നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് യോഗ്യതയോടെ ഈ ദിവബലി അർപ്പിക്കുവാനായിട്ടൊരുങ്ങാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും കുറിച്ച് നമുക്ക് പശ്ചാത്തപിക്കുകയും